ഇങ്ങനെ പല ഡിസ്കഷൻ നടന്നില്ല. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. ഉണ്ടോന്നറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണം ഉണ്ടോ തനിക്ക്? സോഷ്യൽ മീഡിയ അങ്ങനെ കത്തി നിൽക്കല്ലേ രേണുസുതി അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്തേക്കട്ടെ, രേണുസുതി പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന് നല്ല സൗഹൃദമായിരുന്നു, സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇക്കാതെ മറന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചാറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞ ചില കാരണം വെച്ചാൽ ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികമല്ല, ഞാൻ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത്. അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കൽ സംസാരിച്ചുള്ളത്. ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിന് മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത്. ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചുള്ളത് ഐ തിങ്ക് രേണുമായിട്ടല്ല, രേണുമായിട്ട് സംസാരിച്ചു, അച്ഛനായിട്ട് സംസാരിച്ചു, പിന്നെ രേണുമായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ്. അത് പല ഡിസ്കഷൻ ഉണ്ടാവും. വീടിൻ്റെ അവരുടെ സജഷൻസ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ സമയത്തിൽ പല ടോപ്പിക്കുകളും വരാറുണ്ട്. അതുപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്, അതുപോലെ ഫ്ലവേഴ്സിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടന്നില്ല. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്ര വലിയ തെറിയാണോ? എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ പച്ചത്തെറികൾ ഇഷ്ടം പോലെ ഇല്ലേ. ഇതൊരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ബേർഡാണ് ഈ നാറി എന്ന് പറയുന്നത്. ഈ എന്തോ ചാറ്റൊക്കെ പുറത്തുവിടുന്ന് പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പൊ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട്, പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് ചിന്തിച്ചു കൂടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതും വീട് താമസത്തിന്റെ ഒരു ഒന്നോ രണ്ടോ മാസം മുന്നേ അത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ അതുവരായിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടതും, അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസ്കഷനിലായിട്ട് അതുവരായിട്ടുണ്ടായിരുന്നത്. അത് ഫൈനൽ ആ വീടിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ അത് അവിടെ ബ്രേക്കായി.